അപ്പോഴേ നമ്മളിന്ന് ചൂണ്ടിടാൻ വന്നേക്കുവാണ്. നമ്മൾ കിടങ്ങൂരാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ അത്യാവശ്യം ബൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നിറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ ബൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 2 കിലോ ഓക്കയും 1 കിലോ മൈദയും 1/2 കിലോ കോഴിത്തീറ്റയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ടേ. അപ്പം നോക്കാം, നമുക്ക് മീൻ വല്ലതും അടിക്കാൻ നോക്കാം. ഇതിങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതൊരു സ്പ്രിങ് വളച്ചിട്ടേക്കുന്ന, സ്പ്രിങ്ങിൻ്റെ കമ്പി വളച്ച് സ്പ്രിങ് പോലെ ഇട്ടേക്കുന്നു. അതിന് മുകളിൽ സ്പൈഡറിൻ്റെ ഒരു സെറ്റ്, പിന്നെ 2 പോപ്പപ്പ്, ഒരു വെയിറ്റ്, അങ്ങനെ ഇട്ടേക്കുന്നു. നമുക്ക് ഈ ഫീഡറിൻ്റെ ഉള്ളിലോട്ട് ഫീഡറിൽ നമുക്ക് തീറ്റ വെക്കാം. ഈ ഹുക്കെല്ലാം കൂടെ ഇതുപോലെ നമ്മൾ വെളിയിലോട്ട് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രസ് ചെയ്താൽ മതി. കുറച്ച് തീറ്റ കൂടെ അതിന് മുകളിൽ കൊത്തി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. ഈ സ്പൈഡറിന് 2 സൈഡിലും ഹുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മേടിക്കുന്നതാണ്, കടയിൽ നിന്ന് ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും. മറ്റേ നമ്മൾ ഈ സെറ്റ് മാത്രം വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് അധികം നേരം വെള്ളത്തിൽ കിടന്നാലും അങ്ങനെ പോകില്ല. നമ്മളിപ്പോൾ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് കുറച്ച് മൈദ കൂടുതലിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എല്ലാം കൂടെ എറിഞ്ഞിട്ടുണ്ട്. എറിഞ്ഞിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഡ്രാഗ് ലൂസ് ചെയ്ത് വെക്കണം. ലൂസ് ചെയ്ത് വെക്കണം. അങ്ങനെ വലിഞ്ഞ് അത്യാവശ്യം വലിച്ചാൽ അങ്ങ് പോവുകയും ചെയ്യണം. എന്നാൽ ഒരു ടൈറ്റും കൂടെ വേണം, നല്ല മീൻ ഹുക്കാവുള്ളൂ. വീണ്ടും തീറ്റ കുറച്ച് സ്പീഡറെ കിടപ്പുണ്ട് കേട്ടോ. കുറേയൊക്കെ വലിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോകും. കുറേയൊക്കെ മീൻ കൊത്തി തിന്നും, ചെറിയ പരലൊക്കെ കൊത്തി തിന്നും. നമുക്ക് കിട്ടിയ മീൻ ഇതാണേ. ഇതെല്ലാം ചത്തു. വലയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ചൂണ്ടവള്ളയിൽ ഇങ്ങനെ കെട്ടിയിട്ട് പോയത്.